മാളു, ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മയെ പറഞ്ഞത് പുസ്തകം കൊണ്ട് എങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഉച്ച കഴിഞ്ഞ് മാളു കളരി പോയിന്ന് ഞാൻ അറിഞ്ഞു. ഒന്നും സാരല്ല, അതുകൊണ്ടൊന്നും മാളുവിന് ഒരു ദോഷവും വരില്ല. എനിക്കയാളെ കൊല്ലാനുള്ള ദേഷ്യ വന്നത്. മാളുവിന് എന്നോടും പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. എനിക്കിത്തിരി വായിക്കാനുണ്ട്. മാളു എപ്പോഴും അതെ, എന്നോട് ഒട്ടും ഇഷ്ടമല്ലാണ്ടാ പെരുമാറണേ. മാളു എന്നെ മനസ്സിലാക്കണുണ്ടോ? മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലാന്ന് നടിക്കുകയാണ്. 2-3 കൊല്ലായി ഞാനിങ്ങനെ നടക്കണം. മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞിട്ടില്ല. പറയാനൊരു മടി. ഞാനെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാൻ പേടി. മറ്റാരുടെങ്കിലും കയ്യിൽ കിട്ടിയാലോ? എന്താ ഇത്? വായിച്ചു നോക്ക്. എനിക്കിതൊന്നും വേണ്ട. പ്ലീസ് വായിച്ചു നോക്ക്. എടുത്തോണ്ട് പോകൂ, ഞാൻ അച്ഛനോട് പറയും. മാഷേ, എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. അയാളുണ്ടോ അവിടെ, തന്റെ അനിയൻ? ഇല്ല, അവ ഹോസ്റ്റലിലുണ്ട്. എന്തേ? അയാൾക്ക് ഇതിനൊക്കെയുള്ള പ്രായമായോ? കുട്ടികളെ അച്ചടക്കത്തിൽ വളർത്തണം. നിങ്ങളത്ര ധനസ്യൊന്നും ഇല്ലെങ്കിലും ഞങ്ങളും മാന്യമായിട്ട് ജീവിക്കണവരാ. എന്താ കാര്യമൊന്ന് പറഞ്ഞാ മനസ്സിലാക്കാം. ഇതാ മനസ്സിലാക്കിക്കോളൂ. എന്നേക്കാൾ എനിക്ക് പ്രിയമുള്ള എന്റെ മാളുവിന് 1000 വട്ടം പറയാൻ മടിച്ച കാര്യം തുറന്നു പറയുന്നതിനാണ് ഈ കത്ത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നളൻ ദമയന്തിയെ സ്നേഹിച്ചതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിച്ചതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ നീ എനിക്ക് ജീവിതം തന്നില്ല എന്നാണ് അർത്ഥം. എന്നെ നിഷേധിച്ചാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിന്റെ മറുപടി കുറിപ്പിന് നീറുന്ന മനസ്സോടെ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം, സോമ. വായിച്ചോ? എന്തു പറയണോ അനിയന്റെ സ്വഭാവത്തെ കുറിച്ച്? എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല സാഹിത്യം. ഈ സാഹിത്യം കൊണ്ട് എന്റെ കുട്ടിയടുത്തേക്ക് വരണ്ട. നല്ല സാഹിത്യം അത്രേ. ഇങ്ങനെയാണോ ഉത്തരവാദിത്തമുള്ള ഏട്ടൻ പറയേണ്ടത്? അവനൊരു ആൺകുട്ടിയാണ്. 10-24 വയസ്സായി. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് മാന്യമായി അവന്റെ മനസ്സറിച്ചെന്നല്ലേ ഉള്ളൂ. അല്ലാതെ എന്ത് തെറ്റാവൻ ചെയ്തേ? പേര് ദോഷം എന്റെ കുട്ടിക്ക് ഉണ്ടാവുക. അതുണ്ടായാലല്ലേ. പഠിപ്പ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ഒരു സ്ഥിതിയായിട്ട് മാളവികയെ എന്റെ അനിയത്തിക്കുട്ടിയായിട്ട് തരുന്നതിൽ വിരോധമുണ്ടോ? എന്താ പറഞ്ഞ്? വിവാഹപ്രായമാവുമ്പോ എന്റെ അനുജന് മാളൂവിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിരോധമുണ്ടോന്നാ ചോദ്യം. മാഷ് കാര്യമായിട്ടാ പറയണേ. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അവളെ അയക്കാനുള്ള സ്ഥിതിയൊന്നും എനിക്കില്ല. അതൊന്നും ആരും ചോദിച്ചില്ലല്ലോ. പെൺകുട്ടിയുടെ പൊന്നും പണവും കിട്ടിയിട്ട് വേണ്ട ഷാരത്ത് കഴിയാൻ മാഷക്കറിയാലോ. ഉവ്വ്, ഞാൻ എന്താ പറയാ. ഈ കേൾക്കണതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. സത്യം. പെൻഷൻ പറ്റി പിരിഞ്ഞാ കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല നമ്പീശന്. ഷാരത്ത് ധാരാളം സ്ഥലം വെറുതെ കിടക്കുകയാണ്. അങ്ങോട്ട് പോരൂ മകളുടെ കൂടെ. മാഷ് അത്താഴൂണ് കഴിച്ചോ? എന്തിനാ നീ ഊണ് നിറഞ്ഞു വരട്ടെ. ക്ഷോഭിച്ചാലും വിഷമം തോന്നരുത്. ക്ഷോഭിച്ചില്ലെങ്കിലേ വിഷമം തോന്നും. അപ്പൊ ഈ കത്ത് ഞാൻ കൊണ്ടുപോണോ അല്ലെങ്കിൽ? മാളൂന് വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ, അതാ നല്ലത്. ഇനി ഈ കത്തും സാഹിത്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കോ അയാളോട്. ഓ, ആ മാഷയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന എന്റെ പേടി. നീ എന്തിനാ എഴുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ പോയത്? പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? അതിന് മറുപടി എഴുതണോ? കീറി കളഞ്ഞാ പോരെ. ക്ഷോഭിക്കില്ല, എന്നാ ക്ഷോഭം വന്നാ പിടിച്ചാ കിട്ടാത്ത ആളാ. അജിതാഹരേ ജയമാധവ വിഷ്ണു ഗജമുഖ ജനവത. എന്താ അങ്ങനെ അന്താളിച്ച് നോക്കണേ? പോയ ആളല്ലല്ലോ വരണത്. അല്ല, കുചേലൻ അവലും കൊണ്ട് ദ്വാരകയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ കുടിലുണ്ടായ നേരത്ത് കൊട്ടാരായിരിക്കണു. അറിയില്ലേ കഥ? അതാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കണം. മനുഷ്യർക്ക് മനസ്സിലാവണ ഭാഷ പറയും. മനസ്സിലാവാതിരിക്കാൻ ഞാനെന്താ ഇംഗ്ലീഷിലാ പറയണേ. നീ നമ്മുടെ മാതൃണ്ണി മാസ്റ്റർ ഷാരത്ത് പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് പോണ്ടതാ. 16 കെട്ടാ ഗോവിന്ദ പിഷാരുടെ കേട്ടിട്ടുണ്ടോ? മാഷയുടെ മുത്തശ്ശൻ, അദ്ദേഹം കൊച്ചിത്തമ്പുരാന്റെ സർവാധികാരിക്കാരനായിരുന്നു. ഇപ്പോഴും ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല. മാഷ് കലാമന്ദിരത്തിൽ വരണതേ സർക്കാരിൽ നിന്ന് കിട്ടണ നക്കാപ്പിച്ച കാശ് മോചിട്ടൊന്നുമല്ല, കഥകളിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇപ്പൊ ഈ പഴംപുരാണമൊക്കെ വിളമ്പണ എന്തിനാ? അതോ പറയാം. മോളകത്തേക്ക് പോവും. ഈശ്വരൻ നമ്മളെ കൈവിടില്ല.
നമ്മളെ മാളൂനെ സോമശേഖരനുണ്ടെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മാഷ് ഒരുക്കാണ്. വാക്കും തന്നു, പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഗുരുവായൂരപ്പാ. പെൻഷൻ പറ്റി വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോ ഷാരത്തേക്ക് പോരാനാ മാഷ് പറഞ്ഞേക്കണേ. എങ്ങനെയുണ്ട് ഭഗവാന്റെ കളി? ആരും അറിയണ്ട. അവളോടും പറഞ്ഞേക്ക, കൂട്ടുകാരോടൊന്നും പറയണ്ടാന്ന്. ഒക്കെ അസൂയക്കാരാ. ഏടത്തി എന്താ എന്നെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ഏട്ടൻ. അതോ, നിന്നോട് പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഏട്ടൻ. അതെപ്പോഴും പറയണതല്ലേ? എപ്പോഴും പറയണ പോലെ അല്ല ഇത്. നിന്റെ ശ്രദ്ധ ഇപ്പോ സാഹിത്യത്തിലാണെന്ന് തോന്നി. സാഹിത്യത്തിലോ? നളൻ ദമയന്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ, കണ്ണൻ രാധയെ സ്നേഹിക്കുന്നതിനേക്കാൾ, ശിവൻ ഉമയെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിച്ചോളൂ. പക്ഷെ അത് ഇപ്പൊ വേണ്ട. പിടിച്ചു അത്. ആരും അറിയില്ലെന്നാ കരുതിയ? വേണ്ടാത്തരം കാണിച്ചാ അടിച്ച് ചെവിക്കല് തകർക്കുന്ന ഏട്ടൻ പറഞ്ഞേക്കണേ. വേഗം പഠിച്ച് പാസ്സായി നല്ലൊരു നിലയാവ്, എന്നിട്ട് കെട്ടിച്ച് കൈ തരാന്ന്. മനസ്സിലായോടാ? ഇത് സ്വപ്നാണോ അല്ലെങ്കിൽ? ഇനി മറുപടി കിട്ടിയില്ലെങ്കിലും മരിക്കൊന്നും വേണ്ട. എടാ, നീ എന്താ അവിടെ തന്നെ ഇരുന്നളഞ്ഞത്? അകത്തേക്ക് വാ, കാപ്പി തരാം. വേണ്ട.